എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ബാക്കപ്പ് സമയം അളക്കാൻ ലോഡ് ടെസ്റ്റ് എങ്ങനെ നടത്താമെന്ന് നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനം 1. UPS ഉപയോഗിച്ച് ബാറ്ററിയുടെ ലോഡ് ടെസ്റ്റ് നടത്തുക. 2. ബാറ്ററി ഉപയോഗിച്ച് UPSന്റെ ബാക്കപ്പ് സമയം അളക്കുക എന്നിവ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പ്രായോഗികമാക്കാൻ ആവശ്യമായ ടൂളുകളും എക്വിപ്മെന്റുകളും നമുക്ക് ശേഖരിക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് 1 സെറ്റ്. ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻ മാനുവലുള്ള കമ്പ്യൂട്ടർ UPS ഏകദേശം 600 വോൾട്ട് ആംപിയർ. 1 നമ്പർ. പ്രോബുകളുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ 1 സെറ്റ്. വോൾട്ട് മീറ്റർ 0 to 30 വോൾട്ട് DC 1 നമ്പർ. സുരക്ഷാ കയ്യുറകൾ. സ്റ്റോപ്പ് വാച്ച് 1 നമ്പർ. 100 watt by 240 വോൾട്ട് incandescent lamp test lamp 1 number. 12 volt by 7 Ah maintenance free recharge ചെയ്യാവുന്ന ബാറ്ററി 1 number. Single phase variable lamp load 500 watt 240 volt ഓരോ 100 watt വിളക്കും 1 number. Procedure Step 1. UPS ഓഫ് ആക്കിയിട്ടുണ്ടെന്നും പവർ സ്രോതസ്സിൽ നിന്ന് അൺപ്ലഗ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. സ്റ്റെപ്പ് 2. ഉചിതമായ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പുറം കവർ അഴിച്ചുമാറ്റി UPS യൂണിറ്റിൽ നിന്ന് കവർ മെല്ലെ സ്ലൈഡ് ചെയ്യുക. സ്റ്റെപ്പ് 3. UPS യൂണിറ്റിലെ ബാറ്ററി ടെർമിനലുകളും അവയുടെ പൊളാരിറ്റിയും തിരിച്ചറിയുക. സ്റ്റെപ്പ് 4. മൾട്ടിമീറ്റർ DC വോൾട്ടേജ് മെഷർമെന്റിൽ ഉചിതമായ റേഞ്ച് ഉപയോഗിച്ച് സജ്ജമാക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്ത DC റേഞ്ച് ബാറ്ററിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വോൾട്ടേജിനേക്കാൾ ഉയർന്നതാണെന്ന് ഉറപ്പാക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ 12 വോൾട്ട് ബാറ്ററിയാണ് അളക്കുന്നതെങ്കിൽ 12 വോൾട്ടിനേക്കാൾ ഉയർന്ന റേഞ്ച് തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 5. മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലുകൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. മൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 6. ടാബുലേഷനിലെ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. സീരിയൽ നമ്പർ 1. ഇൻവെർട്ടർ സ്റ്റേറ്റസ് ഓഫ്. ബാറ്ററി വോൾട്ടേജ് 12 വോൾട്ട്. കണക്റ്റഡ് ലോഡ് നോ ലോഡ്. സ്റ്റെപ്പ് 7. UPSന്റെ ഔട്ട്പുട്ട് ടെർമിനലുകളിലേക്ക് ലാമ്പ് ലോഡ് ടെർമിനലുകൾ ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 8. UPS ഓണാക്കുക. ഇൻപുട്ട് മെയിനുമായി UPS ബന്ധിപ്പിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 9. വേരിയബിൾ ലാമ്പ് ലോഡിൽ 100 വാട്ട് ലാമ്പ് ഓണാക്കുക. സ്റ്റോപ്പ് വാച്ച് ആരംഭിക്കുക. ടാബുലേഷനിൽ റീഡിംഗുകൾ രേഖപ്പെടുത്തുക. സ്റ്റെപ്പ് 10. മൾട്ടിമീറ്റർ നിരീക്ഷിക്കുന്നത് തുടരുക. മൾട്ടിമീറ്ററിന്റെ ഡിസ്പ്ലേയിൽ ബാറ്ററിയുടെ വോൾട്ടേജ് കുറയുന്നത് നിങ്ങൾ കാണുകയും UPSലെ ലൈറ്റ് ഒരു ബീപ്പ് ശബ്ദത്തോടെ തിളങ്ങുമ്പോൾ ബാറ്ററി കുറവാണെന്ന് മനസ്സിലാക്കി സ്റ്റോപ്പ് വാച്ച് നിർത്തുകയും ചെയ്യും. സീരിയൽ നമ്പർ 1. ഇൻവെർട്ടർ സ്റ്റേറ്റസ് ഓൺ. ബാറ്ററി വോൾട്ടേജ് 12 വോൾട്ട്. കണക്റ്റഡ് ലോഡ് 100 വാട്ട്സ്. സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ടൈമിംഗ്സ്. സ്റ്റോപ്പ് വാച്ച് എൻഡ് ടൈമിംഗ്സ്. സ്റ്റെപ്പ് 11. വേരിയബിൾ ലാമ്പ് ലോഡിൽ നിന്ന് ലോഡ് 200 വാട്ട് വരെ വർദ്ധിപ്പിക്കുക. സ്റ്റോപ്പ് വാച്ച് ആരംഭിക്കുക. മൾട്ടിമീറ്റർ ഡിസ്പ്ലേ നിരീക്ഷിക്കുക. UPSലെ ലൈറ്റ് ഒരു ബീപ്പ് ശബ്ദത്തോടെ പ്രകാശിക്കുമ്പോൾ ബാറ്ററി കുറവാണെന്ന് മനസ്സിലാക്കി സ്റ്റോപ്പ് വാച്ച് നിർത്തുക. സീരിയൽ നമ്പർ 1. ഇൻവെർട്ടർ സ്റ്റേറ്റസ് ഓൺ. ബാറ്ററി വോൾട്ടേജ് 12 വോൾട്ട്. കണക്റ്റഡ് ലോഡ് 200 വാട്ട്സ്. സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ടൈമിംഗ്സ്. സ്റ്റോപ്പ് വാച്ച് എൻഡ് ടൈമിംഗ്സ്. സ്റ്റെപ്പ് 12. UPS സ്വിച്ച് ഓഫ് ചെയ്യുക. UPSലെ ലോഡ് കൂടുന്നതനുസരിച്ച് ബാറ്ററിയുടെ ബാക്കപ്പ് ടൈം ടാബുലേറ്റ് ചെയ്യുക. ലോഡ് കൂടുന്നതനുസരിച്ച് റൺ ടൈം കുറയുന്നു. കാരണം ഉയർന്ന പവർ ഡിമാൻഡ് നിറവേറ്റുന്നതിനായി
ബാറ്ററി വേഗത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. റീക്യാപ്പ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 1. UPS ഉപയോഗിച്ച് ബാറ്ററിയുടെ ലോഡ് ടെസ്റ്റ് നടത്തുക. 2. ബാറ്ററി ഉപയോഗിച്ച് UPSന്റെ ബാക്കപ്പ് സമയം അളക്കുക തുടങ്ങിയവയാണ്. വീഡിയോ കണ്ടതിന് നന്ദി.